നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ വീണ വിജയന് ഇഡിയുടെ സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ശശിധരൻ കർത്ത ഉൾപ്പെടെ 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ്. കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും കേസിൽ പിണറായിയെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നതാണ് എതിർക്കുന്നത് എന്നും MV ഗോവിന്ദൻ. പലതും പുറത്തുവരാനുണ്ടെന്നും പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരുമെന്നും മാത്യു കുഴൽനാടൻ. ഇറാൻ കുവൈറ്റിന് നേരെ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കുവൈറ്റിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ കുവൈറ്റിനൊപ്പമെന്ന് കുവൈറ്റ് അമീറിന് ഉറപ്പു നൽകി മോദി. ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തം. ടയർ നഗരത്തിൽ 8 മരണം. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. തൃശൂരിൽ മിന്നൽ ചുഴലി. സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണു ഒഴിവായത് വൻ ദുരന്തം. കണ്ണൂരും കാസർഗോഡും പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. നിയന്ത്രണം ജൂലൈ അവസാനം വരെ. MSC എൽസ കപ്പലപകടത്തിൽ 3 നാവികർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി. മറ്റുള്ളവരുടെ ഹർജിയിൽ നടപടി കൊച്ചി മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ടിന് ശേഷം. കപ്പലപകടം വരുത്തിവെച്ച വിനയെന്നും മുന്നറിയിപ്പ് അവഗണിച്ചെന്നും കേന്ദ്ര കപ്പൽ മന്ത്രാലയം. നീറ്റ് പുനഃപരീക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രി നേരിട്ട് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുവെന്നും മന്ത്രി. 2024 കിം പരീക്ഷയുടെ പ്രോസ്പെക്ടസ് ശരിവെച്ച് ഹൈക്കോടതി. പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി. വിശദമായ വാർത്തകളിലേക്ക്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡിയുടെ സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. വീണ അടക്കം 8 പേർക്കാണ് നോട്ടീസ് നൽകുന്നത്. CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. CMRL എക്സാലോജിക് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച രേഖകളും വിവരങ്ങളും ഇഡിക്ക് നൽകണമെന്ന അനുകൂല വിധിക്ക് പിന്നാലെയാണ് വീണ അടക്കമുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ടി വീണയ്ക്ക് പുറമെ 8 പേർക്ക് കൂടി ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ എന്നിവരാണ് സമൻസ് ലഭിച്ച മറ്റ് പ്രധാന വ്യക്തികൾ. ഇവരെ കൂടാതെ CMRLന്റെ മറ്റ് ചില ജീവനക്കാർക്കും സമൻസ് ലഭിച്ചിട്ടുണ്ട്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ CMRL നിന്ന് IT സേവനങ്ങൾക്കായി എക്സാലോജിക് കമ്പനിക്ക് ഏകദേശം 2.78 കോടി രൂപ ലഭിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ വീണയോ എക്സാലോജിക് കമ്പനിയോ CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെയും SFIയുടെയും കണ്ടെത്തൽ. ടി വീണയും എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിൽ നടന്നത് നിയമാനുസൃതമായ കൺസൾട്ടൻസി കരാറാണെന്നും സേവനങ്ങൾ നൽകിയതിനു ശേഷമാണ് പണം കൈപ്പറ്റിയതെന്നുമാണ് വീണയും CMRL നൽകുന്ന വിശദീകരണം. വീണയും CMRL തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRLും 2017 ഉണ്ടാക്കിയ കരാർ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. എക്സാലോജിക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങളടക്കം 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ ഇഡിക്ക് കോടതി അനുമതി നൽകിയതോടെ ലഭിക്കും. ഈ രേഖകളെല്ലാം പരിശോധിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനും ഇഡി ആലോചിക്കുന്നുണ്ട്. ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം ചേർന്ന് തുടർ അന്വേഷണ നടപടികൾ തീരുമാനിച്ചിരുന്നു. കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിച്ചതോടെ നിയമപരമായി പഴുതുകളടച്ച അന്വേഷണത്തിനാണ് ഇഡി ഒരുങ്ങുന്നത്. അടുത്തിടെ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിൽ 18.36 കോടി രൂപ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്കും ഇഡി കടന്നിട്ടുണ്ട്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലൊന്ന് വീണയുടേതാണ്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളോടെയാണ് ഈ വിഷയം ആദ്യം പുറത്തുവരുന്നത്. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.
പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൽ പലതും പുറത്തുവരാനുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLA. CBI അന്വേഷണം വന്നാൽ പിണറായി വിജയൻ പ്രതിപ്പട്ടികയിലേക്ക് വരും. സേവനം ഒന്നും നൽകാതെയാണ് വീണ പണം കൈപ്പറ്റിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് വീണയ്ക്കെതിരായ അന്വേഷണം. CMRL-ന് യഥാർത്ഥ സേവനം കിട്ടിയത് PV-യിൽ നിന്നാണെന്നും കരിമണൽ ഖനനത്തിന് മുൻ സർക്കാർ അവസരമൊരുക്കിയെന്നും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ ആരോപിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തത്? അതായത് ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി, അത് ബാങ്ക് മുഖാന്തരം വാങ്ങി, അത് തനിക്ക് നിയമപരമായി കിട്ടാനുള്ള പൈസയാണെന്നുള്ള രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് EDയുടെ പിറവിൽ വരിക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പരാജയ കാരണം കോൺഗ്രസ് BJP ഡീൽ എന്ന് ആവർത്തിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് മുന്നണിക്ക് ഉണ്ടായത്. പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായതായും MV ഗോവിന്ദൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം പഠിച്ചതിനു ശേഷം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരാജയ കാരണങ്ങൾ വിശദീകരിച്ചത്. 30 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP ഡീലുണ്ടായി. 3 BJPയുടെ വിജയം ഗൗരവമേറിയതാണ്. SIR കൊണ്ടുവന്നത് പിണറായി സർക്കാരാണെന്ന തെറ്റായ പ്രചാരണമുണ്ടായി. പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായതായും MV ഗോവിന്ദൻ പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശനവുമായിട്ട് തന്നെ കാണുക. പയ്യന്നൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശനവുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശം പാർട്ടി തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ പാർട്ടിക്ക് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയാഞ്ഞത് പോരായ്മയായി. ശബരിമല അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണെങ്കിലും സർക്കാരാണെന്ന തോന്നലും സ്വർണ്ണക്കവർച്ചയിൽ A പത്മകുമാറിനെ പാർട്ടി മാറ്റി നിർത്തിയെങ്കിലും ശക്തമായി നടപടി സ്വീകരിക്കാത്തതും പരാജയ കാരണങ്ങളായി. അതേസമയം നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം അവലോകന റിപ്പോർട്ടിൽ പരാമർശിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സെക്രട്ടറിക്കുമല്ലെന്നും വ്യക്തിപരമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വ്യക്തിപരമായിട്ടുള്ള വീഴ്ചയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളിപ്പം മുഖ്യമന്ത്രി ആയാലും അതുപോലെ പാർട്ടി സെക്രട്ടറി ആയാലും കൂട്ട സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിലെ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിച്ച് കോടതി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പ്രതികളാണ് കേസിലുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥരായ S സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവരാണ് മറ്റു പ്രതികൾ. പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ചത്. കേസിലെ പ്രതികൾക്കെതിരെ ആദ്യ അന്വേഷണ സംഘം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. എന്നാൽ SIT രൂപീകരിച്ച ശേഷം പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇതിനെ ഞങ്ങൾ കാണുന്നത് ഒരു താൽക്കാലികമായ ഒരു രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. അപ്പോൾ ഈ കോടതിയുടെ ഒരു സ്വഭാവം അത് ഇന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലെ പല കാര്യങ്ങളും പഠിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് പറയുന്നതിൽ പല പരിമിതികളുമുണ്ട്. പക്ഷേ അജയ് അത് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോടതിയുടെ മുൻ ഇടപെടലുകൾ നമ്മളൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. പശ്ചാത്തലമൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ മുതൽ കടുത്ത വിമർശനമാണ് പ്രത്യേക അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും നേരിട്ടത്. റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. കേസ് രണ്ടാമത് പരിഗണിച്ച ഘട്ടത്തിൽ SIT പുതിയ റിപ്പോർട്ട് സമർപ്പിച്ച് നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുവെങ്കിലും തിടുക്കപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തതിനെയും കോടതി വിമർശിച്ചിരുന്നു. മതിയായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടു എന്ന വിമർശനവും കോടതി ഉന്നയിച്ചു.
നരഹത്യാശ്രമം ഉൾപ്പെടുത്താൻ തക്കവണ്ണമുള്ള മർദ്ദനം നടന്നിട്ടില്ല എന്നതായിരുന്നു ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമുള്ള കോടതിയുടെ നിരീക്ഷണം. AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. കേസിൽ കക്ഷി ചേർന്ന ഇവർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിച്ചേക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യ കുവൈറ്റിനൊപ്പമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അബ്ദു അൽ സഹാബി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഉറപ്പു നൽകി. ഇരു രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങളും പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലെ പുതിയ സംഭവ വികാസങ്ങളും സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും കുവൈറ്റ് അമീരി ദിവാൻ അറിയിച്ചു. കുവൈറ്റിന്റെ ഭൂപ്രദേശത്തെയും വ്യോമമേഖലയെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഇന്ത്യ വീണ്ടും ശക്തമായി അപലപിച്ചു. അടുത്തിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവള കെട്ടിടത്തെയും സാധാരണ ജനങ്ങളെയും ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ സമൂഹത്തിലെ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റു ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. കുവൈറ്റിന്റെ സുരക്ഷയും സ്ഥിരതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിൽ തെക്കൻ ലെബനനിലെ ടൈറിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അഭ്യർത്ഥനയ്ക്ക് തൊട്ടുപിന്നാലെയാണ് ഈ പുതിയ നീക്കം. ലെബനനിലെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ചിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതിനു ശേഷം ടൈറിൽ ഉണ്ടാകുന്ന ഏറ്റവും കനത്ത ആക്രമണമാണ് ഇത്. ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രയേൽ സൈന്യം നഗരം ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ടിരുന്നതായി ലെബനൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. MSC എൽസ കപ്പലപകടത്തിൽപ്പെട്ട 3 നാവികർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതിയുടെ അനുമതി. കൊച്ചി മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ടിന് ശേഷം മറ്റുള്ളവരുടെ ഹർജി പരിഗണിക്കും. കപ്പലപകടം വരുത്തിവെച്ച വിനയെന്നും മുന്നറിയിപ്പ് അവഗണിച്ചെന്നും കേന്ദ്ര കപ്പൽ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൗസ് നാളെ നടക്കും. വൈകിട്ട് 3 മണിക്ക് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലെ എംബസി ആസ്ഥാനത്താണ് ഓപ്പൺ ഹൗസ് നടക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അംബാസിഡർ പരമിത ത്രിപതി, എംബസി ഉദ്യോഗസ്ഥർ എന്നിവർ പരാതികൾ കേൾക്കും. തൊഴിൽ, വെൽഫെയർ പ്രശ്നങ്ങൾ, കോൺസുലാർ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ എന്നിവ ഓപ്പൺ ഹൗസിൽ അവതരിപ്പിക്കും. കുവൈറ്റിൽ വിവാഹമോചന വിഷയങ്ങളിൽ ഫത്വ പുറപ്പെടുവിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മതകാര്യ മന്ത്രാലയം. ഇതുപ്രകാരം പള്ളികളിലെ ഇമാമുമാരും ഖത്തീബുമാരും മുദീനുകളും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫത്വകൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മതകാര്യ മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സുലൈമാൻ അൽ സുവൈലം ആവശ്യപ്പെട്ടു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഫത്വകൾ തേടുന്നവർ അൽ റീഖാഖ് പ്രദേശത്തെ ഇസ്ലാമിക കാര്യ മന്ത്രാലയ കെട്ടിടത്തിന്റെ 5ാം നിലയിലുള്ള ഫത്വ വകുപ്പിൽ നേരിട്ട് സന്ദർശിച്ച് ഈ കാര്യങ്ങൾ വ്യക്തിഗത സ്റ്റാറ്റസ് കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിക്കണം. കുടുംബ വിഷയങ്ങളിൽ ഫത്വകൾ പുറപ്പെടുവിക്കുന്നത് നിയന്ത്രിക്കുവാനും വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ യോഗ്യരായ അധികാരികളുടെയും പ്രസക്തമായ ശരിയ കമ്മിറ്റികളുടെയും സാന്നിധ്യം ഉറപ്പാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുവൈറ്റിലേക്കുള്ള ഗാർഹിക തൊഴിലാളി നിയമനത്തിന് പുതുക്കിയ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടെ 10 രാജ്യങ്ങൾ മാത്രം. ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളി നിയമനത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഗാർഹിക തൊഴിലാളി നിയമന മേഖല കൂടുതൽ വ്യവസ്ഥാപിതമാക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ അടക്കിയ വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ പട്ടികയിൽ ഇന്ത്യയ്ക്ക് പുറമെ ദക്ഷിണാഫ്രിക്ക, ബെനിൻ, സെനഗൽ, എറിത്രിയ, എത്യോപ്യ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, വിയറ്റ്നാം, നേപ്പാൾ എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അതേസമയം വിവിധ കാരണങ്ങളാൽ 27 രാജ്യങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് കുവൈറ്റ് പൂർണ്ണമായി നിരോധിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, മാനവ വിഭവശേഷി പൊതുസമിതി എന്നീ സർക്കാർ ഏജൻസികളിലെ പ്രത്യേക വിലയിരുത്തലുകളുടെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ നിരോധനം. UAE-യിൽ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ആഗോള വിപണിയിൽ സ്വർണത്തിന് നേരിയ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് വില കുറഞ്ഞത്. കഴിഞ്ഞ സെഷനിൽ 2 മാസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതിനു ശേഷമാണ് സ്വർണ്ണവില ഇപ്പോഴും താഴ്ന്ന നിലയിൽ തുടരുന്നത്. US ഡോളറിന്റെ ശക്തിയും
നിക്ഷേപകരുടെ ജാഗ്രതയും വിലയിടിവിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. വെള്ളി ഉൾപ്പെടെ മറ്റു വിലയേറിയ ലോഹങ്ങളിലും ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ സ്വർണ്ണവിലയെ ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളിൽ സുരക്ഷാ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ദുബായ് പോലീസ് സേഫ് ടൂറിസ്റ്റ് സമ്മർ എന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ദുബായ് പോലീസിനൊപ്പം വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും പങ്കാളികളായി. വിനോദവും ബോധവൽക്കരണവും സുരക്ഷാ സേവനങ്ങളും സംയോജിപ്പിച്ച പരിപാടിയിൽ ടൂറിസ്റ്റുകൾക്കും സന്ദർശകർക്കും സുരക്ഷാ നിർദ്ദേശങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ, ദുബായ് പോലീസിന്റെ സ്മാർട്ട് സേവനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തി. വേനൽക്കാല വിനോദസഞ്ചാര സീസണിൽ സുരക്ഷിതത്വവും ആസ്വാദികരവുമായ അനുഭവം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. സ്വന്തമായി വീട് നിർമ്മിക്കുന്ന UAE പൗരന്മാർക്ക് വാറ്റ് നികുതിയിൽ കൂടുതൽ തിരിച്ചടവ് ലഭിക്കുന്നതിന് വഴിയൊരുക്കുന്ന പുതിയ പദ്ധതിയുമായി ഫെഡറൽ ടാക്സ് അതോറിറ്റി കുടുംബ വർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായി UAE ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതുവഴി UAE പൗരന്മാർക്ക് ഏകദേശം 20 കോടി ദിർഹത്തിന്റെ അധിക വാറ്റ് ലാഭം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ അപേക്ഷയിലും ശരാശരി 25,000 ദിർഹം വരെ റീഫണ്ടായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 2026 അംഗീകരിക്കപ്പെടുന്ന വാറ്റ് റീഫണ്ട് ക്ലെയിമുകളുടെ ആകെ മൂല്യം 100 കോടി ദിർഹം കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2025 ഇത് ഏകദേശം 75.4 കോടി ദിർഹമായിരുന്നു. 2026 ജനുവരി 1 മുതൽ സമർപ്പിക്കുന്ന പുതിയ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വാറ്റ് റീഫണ്ട് അപേക്ഷകൾക്കും ഈ പദ്ധതി ബാധകമാവും. പൗരന്മാർക്ക് പദ്ധതിയുടെ ഗുണങ്ങളും അപേക്ഷാ നടപടികളും സ്വീകരിക്കുന്നതിനായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ബോധവൽക്കരണ സെഷനുകൾ സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കുറ്റമറ്റ രീതിയിൽ പുനഃപരീക്ഷ നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഇതിനായി പ്രവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. 2024 കീം പരീക്ഷയുടെ പ്രോസ്പെക്ടസ് ശരിവെച്ച് ഹൈക്കോടതി. പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ആദ്യം നൽകിയ പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് അവസാന നിമിഷം മാറ്റങ്ങൾ വരുത്തിയെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപ്പാത്തിയും ദുർബലമായതോടെ കേരളത്തിൽ മഴ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതേസമയം 3 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴയിലും ശക്തമായ കാറ്റിലും പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി. നാളെയോടെ കാലവർഷം ദുർബലമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ്. ശക്തമായ മഴയിൽ ജില്ലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് നാരായണ നഗരത്തെ നഗരസഭയുടെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ കെട്ടിടം ഭാഗികമായി തകർന്നു. തറനിരപ്പിലെ പാളികൾ അടർന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. കൂടാതെ കൊടിയത്തൂരിൽ വീടിന്റെ ചുറ്റുമതിലും തകർന്നു. കണ്ണൂരിലും സമാനമായി കെട്ടിടവും മതിലും തകർന്നു വീണിട്ടുണ്ട്. പാലക്കാട് പരുത്തിപ്പുള്ളിയിൽ തൃത്താമര ക്ഷേത്രത്തിന് സമീപം മരം കടപുഴകി വീണു. തൃത്താമര ചന്ദ്രന്റെ വീടിന് ചേർന്നുള്ള ശുചിമുറിയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. കോട്ടയത്ത് ശക്തമായ കാറ്റിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് മരം കടപുഴകി വീണു. മുഴുവൻ സമയം OP-യുള്ള ആശുപത്രിയുടെ മുറ്റത്ത് ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടങ്ങൾ നിരവധിയാണെങ്കിലും ആർക്കും പരിക്കില്ല. തീരദേശങ്ങളിലും മലയോര മേഖലകളിലും വരും മണിക്കൂറുകളിൽ ജാഗ്രത ശക്തമാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. തൃശ്ശൂരിൽ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. ചുഴലിക്കാറ്റിൽ നടത്തറ പൂച്ചെട്ടി ഭാരതി വിദ്യാഭവൻ സ്കൂളിന്റെ സമീപത്തെ തേക്കുമരങ്ങളെല്ലാം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മഴയിൽ വിൽവട്ടം, നടത്തറ മേഖലകളിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും
കടലിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുമുള്ള നിയന്ത്രണം ജൂലൈ അവസാനം വരെ തുടരും. 52 ദിവസത്തേക്കാണ് ട്രോളർ ബോട്ടുകൾക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താം. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ വയനാട്ടിൽ കനത്ത ജാഗ്രത. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചു. സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പ്രതികരിച്ചു. അതേസമയം രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സന്ദർശിച്ചു. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 ദിവസം. ലോകകപ്പിന് മുൻപുള്ള അവസാന സന്നാഹ മത്സരത്തിൽ അർജന്റീനയും പോർച്ചുഗലും ഇംഗ്ലണ്ടും നാളെ ഇറങ്ങും. അർജന്റീന ഐസ്ലൻഡിനെയാണ് നേരിടുക. ഇന്ത്യൻ സമയം രാവിലെ 6:30-ക്കാണ് മത്സരം. പരിക്കിൽ നിന്ന് മുക്തനായ നായകൻ ലയണൽ മെസ്സി 11-ൽ എത്തിയേക്കും. നാളെ നടക്കുന്ന സന്നാഹ മത്സരത്തിൽ പോർച്ചുഗലിന് നൈജീരിയയും ഇംഗ്ലണ്ടിന് കോസ്റ്ററിക്കയുമാണ് എതിരാളികൾ. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് സൗദിയിലെ ഇന്ത്യക്കാർക്ക് ആവേശം നൽകുന്നതിനായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഡമക്ക വേൾഡ് കപ്പ് 2026 എന്ന പേരിലാണ് ടൂർണമെന്റ്. പിക്ചർ പ്രകാശനവും ടീമുകളുടെ ജേഴ്സി പ്രദർശനവും നടത്തും. നിസ് അറേബ്യയുടെ ബാനറിലാണ് ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റ് ജിദ്ദയിൽ നടക്കുന്നത്. ജൂൺ 18, 19 തീയതികളിൽ രാത്രി 8:30 മുതൽ പുലർച്ചെ 2 വരെ ജിദ്ദയിലെ ഒളിമ്പിക് വില്ലേജ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുക എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫുട്ബോൾ ടൂർണമെന്റ്, വേൾഡ് കപ്പിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ജിദ്ദയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ജൂലൈ 18, 19 തീയതികളിൽ ഒളിമ്പിക് വില്ലേജിൽ വെച്ച് നടത്തുകയാണ്. ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിൽ ഒരു പുതിയ സാധ്യതകൾ തുറക്കുകയാണ് മിസ് അറേബ്യ. സൗദി സ്പോർട്സ് അതോറിറ്റിയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖർ, നൌഷാദ് ചാത്തലൂർ, റാഫി ഭീമാപ്പള്ളി, നാസർ ശാന്തപുരം, അയ്യൂബ് മാസ്റ്റർ, ഷമീൻ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. പത്രസമ്മേളന വേദിയിൽ വെച്ച് തന്നെ ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനം വ്യവസായ പ്രമുഖൻ VP മുഹമ്മദ് അലി നിർവഹിച്ചു. ചടങ്ങിൽ ഔദ്യോഗിക ഫിക്സർ പ്രകാശനവും ടീമുകളുടെ ജേഴ്സി പ്രദർശനവും നടന്നു. വിവിധ സാമൂഹിക, സാംസ്കാരിക, കായിക, ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്നേഹസാം കുത്തൂർ അവതാരകയായിരുന്നു. സുൽഫിഖ്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. അടുത്ത അർജന്റീന ആരാധകനായ സുബൈർ വാഴക്കാട് ലോകകപ്പ് തുടങ്ങാനിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ലോക ഫുട്ബോളിനെ കുറിച്ചുള്ള സുബൈറിൻ്റെ തനിനാടൻ നാട്ടുവർത്തമാനങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി വൈറലായതാണ്. അർജന്റീനയുടെ ലോകകപ്പ് സാധ്യതകളെക്കുറിച്ച് MM രാഗേഷിനോട് സുബൈർ സംസാരിച്ചു. ആ റിപ്പോർട്ട് കാണും. ലോകകപ്പ് ആരവങ്ങളിലേക്ക് നീങ്ങുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് സുബൈർ വാഴക്കാടാണ്. അർജന്റീനയുടെ കടുത്ത ആരാധകനാണ്. 2018 മുതൽ തന്നെ സുബൈർ ഫുട്ബോളിനെ കുറിച്ച് പറയുന്നത് ലോകം മുഴുവൻ വൈറലായി. 2022 നമ്മൾ ഈ കാണുന്ന വീടുണ്ടായി സുബൈറിന്. അർജന്റീന ഫാൻസാണ് കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു വീട് സുബൈറിന് വെച്ച് നൽകുന്നത്. പുതിയ ഒരു ലോകകപ്പ് കൂടെ, ലോകകപ്പിനെ വരവേൽക്കാൻ വേണ്ടി ലോകം ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ അർജന്റീന ഫാൻസ് നമ്മൾ ആ പെയിൻ്റ് ഒന്നും മാറ്റിയിട്ടില്ല. ഇല്ല, അതുപോലെ മാറ്റണം. ലോകകപ്പ് കഴിയട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 48 രാഷ്ട്രമാണ് ഈ ലോകകപ്പ് പങ്കെടുക്കാൻ പോകുന്നത്. 32 ലോകകപ്പ് അവസാനം ഖത്തർ ലോകകപ്പോട് കൂടിയിട്ട് അവസാനിച്ച്, അത് 98-ലാണ് 32 രാഷ്ട്രം നിലവിൽ വരുന്നത്. ഖത്തറോട് അവസാനിച്ച് പ്രത്യേകത പറഞ്ഞപ്പോൾ 48 രാജ്യമാകുമ്പോൾ പുതിയ രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ഖബർദെ എന്ന് പറഞ്ഞ രാജ്യം വരുന്നുണ്ട്. 1.5 ലക്ഷം ജനസംഖ്യയുള്ള കുറസാവോ, അത് കോൺകാഫ് മേഖലയിൽ നിന്നാണ് വരുന്നത്. ആ 75 ശേഷം എയ്ത്തി ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ 40 ഉസ്ബെക്കിസ്ഥാനുണ്ട്, ജോർദാൻ ഒക്കെ പുതിയ രാജ്യങ്ങളാണ്. അപ്പോൾ 48 രാജ്യമാകുമ്പോൾ ആരൊക്കെ മുന്നേറുന്നുള്ള മത്സരങ്ങൾ നടക്കണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിലെ ചാമ്പ്യൻ അർജന്റീനയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുപോലെ ലയണൽ സ്കലോണി എന്ന് പറഞ്ഞ കോച്ച്, തന്ത്രശാലിയായ കോച്ചിയാണ്. അതുപോലെ ഈ ഏഞ്ചൽ ഡി മരിയ ഈ വിരമിച്ചൊരു പ്രശ്നം
ടൂർണമെൻറ്റ് കാണുന്നുണ്ട്. പിന്നെ അക്യൂന ഡിബാല ഇവർ രണ്ടാളും ലേലസ് കലോണ്ടി ഉൾപ്പെടുത്തി നിക്കോപാസ് എന്ന് പറഞ്ഞ ഒരു അസാധ്യമായ മധ്യനിര ഒരു ചെറിയ പരിക്ക് കുടുങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്ന പ്രതീക്ഷ. അതുപോലെ ഡിഫൻസിൽ ശക്തമായ ഡിഫൻസാണ്. അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, റൊമോറോ ഉണ്ട്, ടാക്ലിയാഫിക്കോ ഉണ്ട്, പെസല്ലയുണ്ട്, മോണ്ടിയൽ, പിന്നെ മൊളീന ഒക്കെ ഉള്ള ടീമാണ് ഡിഫൻസ്. ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, പെരഡസ്, പിന്നെ മക്കാലിസ്റ്റർ, ഈ പിന്നെ ലോസൽസോ, അതേമാതിരി ജൂനിയർ അൽവാരസ്, ലൗതാറോ മാർട്ടിൻ, നിക്കോളാസ് ഗോൺസാലസ് ഒക്കെ അടങ്ങിയ മെസ്സി. ശക്തമായ അവസാന ലോകകപ്പാണ് മെസ്സിൻ്റെ. ഈ ലോകകപ്പ് പൂർണ്ണമായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കാരണം അർജന്റീനയെ സംബന്ധിച്ചോളം സമ്മർദ്ദമില്ലാതാണ് ഈ വേൾഡ് കപ്പ് കളിക്കുന്നത്. ഈ വേൾഡ് ചാമ്പ്യൻ ആയാലും കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ സമ്മർദ്ദമില്ലാതെ കളിക്കുമ്പോൾ അർജന്റീന ഫോമിലേക്ക് ഉയരാനാണ് സാധ്യത. ഡിഫൻസ് ശക്തമായ ഡിഫൻസ്. എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ ശക്തമായ ഗോൾ കീപ്പറാണ്. മൂസോ ഉണ്ട്, റൂളി, അങ്ങനെ 3 ഗോൾ കീപ്പർമാരുണ്ട്. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മിഡിൽ ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.